ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഗോതമ്പ് പായസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേകാൻ പാകത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാനിതിലേക്ക് 5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. 250 ml കപ്പിൽ 5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 3 വിസിൽ വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ഒന്ന് ഊറ്റി കളഞ്ഞെടുത്ത് വെക്കണം കേട്ടോ. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 350 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തൊന്ന് ഉരുക്കിയെടുക്കാം. 250 ml കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്ന് അരിച്ചെടുത്ത് വെക്കാം. ഇനി നമുക്ക് പായസം വെക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഉരുളി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുവാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവില്ല, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാ മുന്തിരിങ്ങ നന്നായിട്ട് നെയ്യിലൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ കാഷ്യൂസ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അത് നമുക്ക് കോരി പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സെയിം ഉരുളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മൾ വേവിച്ച് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ഊറ്റിക്കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 1-2 മിനിറ്റോളം നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ശർക്കരയിൽ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് നുറുക്ക് ഗോതമ്പിലേക്ക് പിടിച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇത് നല്ല പാകത്തിന് ഇവിടെ കുറുകിയിട്ടുണ്ട്. ശർക്കര പാനിയിൽ നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 2ാം പാലാണ്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് 2ാം പാൽ ചേർക്കുവാണ്. 250 ml കപ്പിലാണ് 3 കപ്പ് 2ാം പാൽ എടുത്തിട്ടുള്ളത്. 2ാം പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് 2ാം പാലിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈം നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുവാണ്. ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് ഒന്നുകൂടെ കുറുകി കിട്ടാനുണ്ട്. അതുവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ നല്ല പാകത്തിന് കുറുകിയിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒന്നാം പാലാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതിയാകും. അപ്പോൾ ഞാനിതിലേക്ക് 2 കപ്പ് നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്നാം പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസായി കിട്ടാനായിട്ട് ഞാനിതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുവാണ്. അതായത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.